കണ്ണൂർ പാനൂരിൽ ലീഗ് പ്രവർത്തകന്റെ കൊലയ്ക്ക് കാരണം രാഷ്ട്രീയ വിരോധമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമണം നടത്തിയത്. 1 മുതൽ 11 വരെ പ്രതികൾ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു. കണ്ടാൽ അറിയാവുന്ന 14 പേർക്ക് ബന്ധമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കേസിലെ പ്രതി ഷിനോസിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ഭരത് ചേർന്നു. മനു, കൊലയ്ക്ക് കാരണം രാഷ്ട്രീയ വിരോധമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്? കേസുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. 25 പേരാണ് ഈ കേസിൽ പ്രതികളായി ഉള്ളത്. 25 പേരാണ് ഈ കൊലയ്ക്ക് പിന്നിൽ എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതിൽ 11 പേരെക്കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരം ലഭിക്കുന്നു. ആ 11 പേർ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇവരാണ് സംഘടിച്ച് ഈ സ്ഥലത്ത് എത്തിച്ചേർന്നത്. ഇവരാണ് അക്രമം അഴിച്ചുവിട്ടത്. മൊഹ്സിനെയായിരുന്നു ഇവർ ലക്ഷ്യമിട്ട് എത്തിയത്. പിന്നീട് മൊഹ്സിനെ രക്ഷിക്കാനാണ് സഹോദരൻ മൻസൂർ ഓടിയെത്തിയത്. മൻസൂറിന് ഈ സമയത്ത് ഇവരുടെ കയ്യിൽ മാരകായുധങ്ങളുണ്ടായിരുന്നു. മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ആക്രമണം കണ്ട് മൻസൂർ രക്ഷപ്പെടാനുള്ളൊരു ശ്രമം നടത്തുന്നതിനിടയിലാണ് അയാളെ ബോംബെറിഞ്ഞ് വീഴ്ത്തുന്നത്. പിന്നീട് മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവർ കരുതിക്കൂട്ടി ഗൂഢാലോചന ചെയ്ത് ഈ കൃത്യം നിർവഹിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സ്ഥലത്ത് എത്തിച്ചേർന്നത്. തുടർന്ന് ഇവർ മൊഹ്സിനെ ലക്ഷ്യം വെച്ച് നീങ്ങുകയായിരുന്നു. ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വിരോധമാണ് ഈ ആക്രമണത്തിന് കാരണമെന്നും ഈ റിപ്പോർട്ട് വ്യക്തമായി പറയുന്നു. രക്തം വാർന്നാണ്, അങ്ങനെ സ്ഥലത്ത് വെച്ച് ഉണ്ടായ ആക്രമണത്തിൽ രക്തം വാർന്നു. അതാണ് പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷവും മൻസൂർ മരിക്കാനിടയായതിന്റെ കാരണം എന്നും റിമാൻഡ് റിപ്പോർട്ട്. മനു, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന് കോവിഡ് സ്ഥിരീകരിച്ചു. കണ്ണൂരിലെ വീട്ടിലുള്ള മുഖ്യമന്ത്രി അല്പസമയത്തിനകം ആശുപത്രിയിലേക്ക് മാറ്റും. സംസ്ഥാനത്ത് ഇന്ന് 4553 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. വി അരുൺ ചേരുന്നു. അരുൺ, മുഖ്യമന്ത്രിക്ക് കോവിഡ് എന്ന വാർത്തകളാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? സംസ്ഥാനത്തും കോവിഡിൽ വലിയ വർധന ഇന്നുണ്ടായിരിക്കുന്നു. വിവരങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയന് അല്പസമയം മുമ്പാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരള പര്യടനം നടത്തിയിരുന്നു. നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇന്ന് നടത്തിയ പരിശോധനയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കോവിഡ് സ്ഥിരീകരിച്ചത്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ കാര്യമായ പ്രശ്നമൊന്നുമില്ല. അല്പസമയത്തിനകം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റും. പ്രായം ഇതായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. കാര്യമായ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. ഇന്ന് 4353 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4 താഴെ, ഒരു സമയത്ത് 3 വരെ എത്തിയ പോസിറ്റിവിറ്റി നിരക്ക് ഇന്ന് 6.81. കഴിഞ്ഞ 2-3 ദിവസങ്ങളായത് 5.75-6 അടുത്തൊക്കെ വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ 6 കടന്നിരിക്കുന്നു. 7% എത്തി നിൽക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ 63,901 സാമ്പിളുകൾ പരിശോധിക്കുമ്പോഴാണ് ഈ 6.81 എന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വരുന്നത്. 654 പേർക്ക് എറണാകുളത്ത് മാത്രം കോവിഡ് സ്ഥിരീകരിക്കുന്നു. കോഴിക്കോട് 453, തിരുവനന്തപുരം 444, തൃശ്ശൂരിൽ 393, മലപ്പുറം 359. ഇങ്ങനെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും വലിയ സംഖ്യയിലേക്ക് കോവിഡ് എത്തുന്നു. വീണ്ടും സംസ്ഥാനം കോവിഡിന്റെ രൂക്ഷമായ സാഹചര്യത്തിലേക്ക് മാറുകയാണ്. 18 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന മരണങ്ങൾ കോവിഡ് മൂലമാണ് സ്ഥിരീകരിക്കുന്നു. ഇതോടെ 4727 നമ്പറിലേക്ക് കോവിഡ് മരണങ്ങൾ എത്തുകയും ചെയ്യുന്നു. 25 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു. 2205 പേർക്ക് നെഗറ്റീവായിട്ടുണ്ട്. നേരത്തെയൊക്കെ ഈ കോവിഡ് കുറഞ്ഞു വന്ന സമയങ്ങളിൽ രോഗികളാകുന്നവരുടെ എണ്ണത്തെക്കാൾ മുകളിലായിരുന്നു ഓരോ ദിവസവും നെഗറ്റീവ് ആകുന്നവരുടെ എണ്ണം. പക്ഷേ ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ മാസങ്ങളിലുള്ളതുപോലെ അവസ്ഥയിലേക്ക് സംസ്ഥാനം പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റ് അസുഖങ്ങൾ ഉള്ളതുകൊണ്ടുകൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. എപ്പോഴാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്? അദ്ദേഹത്തിന്റെ മകൾക്ക് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും സമ്പർക്കത്തിലുള്ള ആളായിരിക്കണം. വീട്ടിലെ മറ്റ് ആളുകളുടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ?
അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ ഒരു പ്രശ്നവും ഇപ്പോൾ ഇല്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും അദ്ദേഹം പൊതുപരിപാടികളിൽ സജീവമായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ അന്ന് വോട്ട് ചെയ്യാൻ വന്ന് കണ്ടതാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് മകൾക്ക് ഇന്നലെയാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. ഇന്നും അദ്ദേഹത്തെ പരിശോധന അദ്ദേഹത്തിനും പോസിറ്റീവ് കണ്ടെത്തുകയായിരുന്നു. വീട്ടിലെ മറ്റുള്ളവർക്കും സ്വാഭാവിക പരിശോധന നടത്തി കാണാം. അതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഏതായാലും മുഖ്യമന്ത്രിയുടെ മറ്റ് അസുഖങ്ങൾ ഉള്ള ആളാണ്. പ്രായം കൂടിയ ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ കൂടുതൽ പരിചരണത്തിന് വേണ്ടിയാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ആരോഗ്യനില ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ. അദ്ദേഹം പങ്കെടുത്ത എല്ലാ പരിപാടികളിലെയും നേതാക്കളും മറ്റ് പ്രവർത്തകരും എല്ലാവരും തന്നെ ക്വാറന്റൈൻ പോകേണ്ട സാഹചര്യമാണ്. സ്വാഭാവികമായും അദ്ദേഹം അവസാനം പങ്കെടുത്ത പരിപാടികൾ ഒപ്പമുണ്ടായിരുന്നവരൊക്കെ ക്വാറന്റൈനിൽ പോകേണ്ടി വരും. അത് ഇന്നലെ തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറി അധ്യക്ഷ ഉന്നതം വിലയിരുത്തിയത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പ്രത്യേകിച്ച് പ്രചരണത്തിൽ പങ്കെടുത്തവരൊക്കെ കോവിഡ് പരിശോധന നടത്തണമെന്ന് നേരത്തെ സർക്കാർ അറിയിച്ചിരുന്നു. പക്ഷെ അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് പരിശോധന നടത്തിയതും. അല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ പനിയോ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഈ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുത്തവർ സ്വാഭാവികമായും പരിശോധന നടത്തുകയും ക്വാറന്റൈൻ പോകേണ്ടി വരികയും ചെയ്യും. ശരി അരുൺ, നന്ദി. വിവരങ്ങൾക്ക്. മുഖ്യമന്ത്രിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിച്ചിരിക്കുന്നു. 6.81 സംസ്ഥാനത്ത് 4000-ലധികം ആളുകൾക്ക് കോവിഡ് ബാധിച്ചിരിക്കുന്നു. ഇന്നത്തെ കണക്ക് പ്രകാരം മുഖ്യമന്ത്രിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. വി അരുൺ വീണ്ടും ചേരുന്നുണ്ട്. അരുൺ, അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് പറയുന്നത്. എവിടേക്കാണ് അദ്ദേഹത്തെ മാറ്റുന്നത്? ഏത് ആശുപത്രി എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് അദ്ദേഹത്തെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അല്പസമയത്തിനകം അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഏതായാലും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് ഉറപ്പാണ്. അത് ഈ കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയ്ക്കും പരിചരണത്തിന് വേണ്ടിയാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. എവിടേക്ക് മാറ്റുമെന്ന കാര്യത്തിലൊക്കെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട അല്പസമയത്തിനകം തീരുമാനമാകും. കോവിഡ് വാക്സിൻ സ്വീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ട്രീറ്റ്മെന്റുകൾ എന്തെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായതായിട്ട് അറിയാമോ? കാരണം തുടക്കത്തിൽ തന്നെ എല്ലാവരും വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി മാതൃകാപരമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ചിരുന്നു. അതുകൂടാതെ തന്നെ അരുൺ, നേരത്തെ നമുക്കറിയാം അദ്ദേഹം അസുഖങ്ങൾക്ക് വേണ്ടി ചികിത്സയിലുള്ള ആളായിരുന്നു. പുറത്തൊക്കെ വിദേശത്തൊക്കെ പോയി ചികിത്സ കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നത് കൂടിയാണ്. അപ്പോൾ ആരോഗ്യപരമായിട്ട് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച്? അതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാകുന്ന കാര്യം. കാരണം കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്കും രോഗം വരുന്നു എന്നുള്ളത് ആശങ്കകരമായ കാര്യമാണ്. പലയിടത്തും നേരത്തെ കാര്യം റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അത്തരത്തിൽ അദ്ദേഹവും ആദ്യം വാക്സിൻ സ്വീകരിച്ച ആളാണ്. സംസ്ഥാനത്ത് ആദ്യം വാക്സിൻ സ്വീകരിച്ച ആളുകളിൽ ഒരാൾ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അതൊരു മാതൃകയായി കൂടി സന്ദേശമായി കൂടിയാണ് അദ്ദേഹം വാക്സിൻ നേരിട്ട് സ്വീകരിക്കാൻ എത്തുകയും അത് മാധ്യമങ്ങളെ ഒക്കെ അറിയിക്കുകയും ചെയ്തത്. അതൊരു സന്ദേശം എന്ന രീതിയിൽ കൂടി കോവിഡ് വാക്സിൻ എല്ലാവരും എടുക്കണം, വാക്സിൻ സ്വീകരിക്കണമെന്ന ഒരു സന്ദേശം കൂടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് തന്നെ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നു. അത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം വാക്സിൻ സ്വീകരിക്കുന്നവർക്കും കോവിഡ് വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായി ഇപ്പോൾ അദ്ദേഹത്തിനില്ല. നേരത്തെയുള്ള ചികിത്സയുടെ ഭാഗമായുള്ള പരിശോധനകൾ കൃത്യമായ ഇടവേള നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആശങ്കകളൊന്നും ഈ ഘട്ടത്തിൽ ഇല്ല. അദ്ദേഹത്തെ കൃത്യമായ ചികിത്സയ്ക്കായി നിരീക്ഷണത്തിനും പരിശോധനകൾക്കുമായി ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം മാറ്റും. അത് ഏത് എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ ഓഫീസ് വൈകാതെ തീരുമാനമെടുക്കും. ശരി, ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലൊക്കെ വലിയ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം വളരെ ചെറിയ സംഖ്യയിലേക്ക് പോയിരുന്നു കോവിഡ് കേസുകളുടെ എണ്ണം. എന്നാൽ അത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തെങ്കിലും നിയന്ത്രണങ്ങൾ കൂടുതലായിട്ട് സംസ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോൾ ഉള്ള പോലീസ് നിരീക്ഷണത്തിനേക്കാൾ കൂടുതലായിട്ട്? ഈ ഘട്ടത്തിൽ കാര്യമായ നിയന്ത്രണങ്ങൾ സർക്കാർ ആലോചിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. സംസ്ഥാനത്ത് കോവിഡ് നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനമെടുത്തു. ഈ രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണത്തിന് മറ്റും പങ്കെടുത്തവർ കൃത്യമായി കോവിഡ് ടെസ്റ്റ് നടത്തണമെന്ന് തീരുമാനമെടുത്തു. വാർഡുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനയ്ക്ക് നിർദ്ദേശമുണ്ട്. മാസ്കിന്റെ ഉപയോഗം, സാനിറ്റൈസറിന്റെ ഉപയോഗം കൂടുതൽ ശക്തിപ്പെടുത്താൻ നിർദ്ദേശമുണ്ട്. കൃത്യമായ പരിശോധന പോലീസിന്റെ ഭാഗത്ത് കൂടുതൽ പരിശോധന ഉണ്ടാകും. പരിശോധനകൾക്ക് സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ വീണ്ടും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കൂടുതൽ മുൻകരുതൽ നടപടികൾക്കാണ് സർക്കാർ ഈ ഘട്ടത്തിൽ തീരുമാനമെടുക്കുന്നത്. നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ഇതുവരെയും അത്തരം തീരുമാനത്തേക്ക് സർക്കാർ. ശരി, അരുണിലേക്ക് തിരിച്ചു വരാം. മനു ഭരത് കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. മനു, എപ്പോഴായിരിക്കും മുഖ്യമന്ത്രി ആശുപത്രിയിലേക്ക് മാറ്റുന്നത്? അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പ്രശ്നമൊന്നും ഉള്ളതായി ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്
പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആന്റിജൻ പരിശോധന ഇതാണ്. പിന്നെ RT-PCR ടെസ്റ്റ് കൂടി അദ്ദേഹത്തിന് നടത്തി അതിന്റെ ഫലം കൂടി പരിശോധിക്കും. മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അവർ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർക്ക് കോവിഡ് രാവിലെ ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് കോവിഡ് സ്ഥിരീകരിച്ചൊരു സാഹചര്യത്തിൽ പിന്നീട് അവർക്ക് PPE കിറ്റ് ധരിച്ചാണ് വീണ വിജയൻ വോട്ട് ചെയ്യാൻ എത്തിയത്. തുടർന്നാണ് മറ്റുള്ള പരിശോധനകളും നടത്തിയത്. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. തുടർ നടപടികളുമായി ഭാഗമായി അദ്ദേഹത്തെ ചികിത്സാ ആവശ്യങ്ങൾക്ക് ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എവിടേക്കാണ് മാറ്റുന്നത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? സ്വാഭാവികമായും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് സാധ്യത. അത് സംബന്ധിച്ചുള്ള കുറെ കൂടെ ധാരണകൾ വരേണ്ടതുണ്ട്. മറ്റ് അസുഖങ്ങളുള്ള ആൾ കൂടിയാണല്ലോ, അദ്ദേഹത്തിന്റെ പ്രായമായ ആൾ കൂടിയാണ്. അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെ ഒരുക്കിയതായിട്ട് അറിയാമോ? അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ആരോഗ്യ പ്രവർത്തകർ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ സ്വാഭാവികമായും അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇത് മറ്റ് വലിയ ഗുരുതരാവസ്ഥയിലൊന്നുമല്ല. അദ്ദേഹം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിനുമൊക്കെ കാണുകയും അദ്ദേഹം സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഗുരുതരമായ ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല. സ്വാഭാവികമായും പോസിറ്റീവായി എന്ന്. പക്ഷേ അദ്ദേഹം ഈ ഇലക്ഷന്റെ പരിപാടികൾക്കായി പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. അവിടെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. അവസാനം ധർമ്മടത്ത് തന്നെയുള്ള വലിയൊരു ഫംഗ്ഷനിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പങ്കെടുത്ത ഒരു ഫംഗ്ഷനിൽ അദ്ദേഹം പങ്കെടുത്തു. അതായിരിക്കും കൂടുതലായിട്ട് അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പങ്കെടുത്ത സമയത്തുള്ള ആളുകളൊക്കെ ക്വാറന്റൈൻ പോകേണ്ട, ഇല്ലെങ്കിൽ ടെസ്റ്റ് നിർബന്ധമായും ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ടല്ലേ? അല്ല, പൊതുവെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർ കഴിഞ്ഞ ദിവസം ഒരു ആളുകളോടൊക്കെ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട എല്ലാ ആളുകളും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകുന്നത് നല്ലതാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പൊ മുഖ്യമന്ത്രിയും സ്വാഭാവികമായും വലിയ ആൾക്കൂട്ടത്തെ കാണുകയും അഭിസംബോധന ചെയ്യും. പല ആളുകളും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുകയും അദ്ദേഹത്തിന്റെ നാട്ടിലൊക്കെ പ്രചരണം നടത്തുമ്പോൾ അദ്ദേഹം പരിചയക്കാരെ കാണുകയും പരമാവധി അദ്ദേഹം ആളുകൾക്ക് കൈ കൊടുക്കാതിരിക്കാനൊക്കെയുള്ള ശ്രമം നടത്തുന്നുണ്ട്. എങ്കിലും ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുകയും അവരെ കുട്ടിക്കാലം തൊട്ട് അദ്ദേഹത്തെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരുടെ അടുത്തേക്കൊക്കെ ചെല്ലുകയും അങ്ങനെ എല്ലാവരെയും കാണുകയും ചെയ്തു. ശരി, മനു വരാം. വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, മുഖ്യമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞതാണ്, ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നതാണ് ഇലക്ഷന് ശേഷം ഒരു വലിയൊരു രീതിയിൽ കോവിഡ് വ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഞാൻ അരുണിലേക്ക് തിരിച്ചു വരാം. ശ്രീ മുഹമ്മദ് അഷീൽ, ഡോക്ടർ മുഹമ്മദ് അഷീൽ ചേരുന്നു. ശ്രീ മുഹമ്മദ് അഷീൽ, ഇത്തരത്തിൽ ഒരു വലിയ, അതായത് നമ്മളെ എല്ലാവരെയും നിയന്ത്രിച്ച കോവിഡ് കാര്യത്തിൽ എത്രയും ശ്രദ്ധാലുവാകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന CM-നാണ് കോവിഡ് വന്നിരിക്കുന്നത്. വളരെ നിരാശാജനകമായിട്ടൊരു വാർത്ത കൂടിയാണ്. അദ്ദേഹത്തിന്റെ മകൾക്ക് കോവിഡ് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ അത് അറിഞ്ഞതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ കോവിഡ് ബാധിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അദ്ദേഹം വാക്സിൻ സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാൻ വന്നത് നമ്മളെല്ലാവരും കണ്ടതുമാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി കോവിഡിന്റെ? നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്? രണ്ട് കാര്യങ്ങൾ ഇതിൽ സംബന്ധിച്ച കാര്യങ്ങൾ. ഒന്ന്, വാക്സിൻ സ്വീകരിച്ച മുഖ്യമന്ത്രിക്ക് കോവിഡ് വന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. വാക്സിൻ സ്വീകരിച്ചാൽ കോവിഡ് പൂർണ്ണമായും വരില്ല എന്നല്ല വാക്സിന്റെ ഇത്. അതായത് വാക്സിൻ സ്വീകരിച്ചാൽ മറ്റുള്ളവരെക്കാളും രോഗം വരാനുള്ള സാധ്യത ഗണ്യമായി കുറയുമെന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പോഴും കോവിഡ് വരാനുള്ള സാധ്യതയുണ്ട്. കോവിഡ് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടാവുകയോ മരണം സംഭവിക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ് വാക്സിൻസിന്റെ ഇത്. അപ്പം ഒന്നാമത്തെ ഡോസ് എടുത്തതിന് ശേഷം രണ്ടാമത്തെ ഡോസ് എടുത്ത് 2 ആഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് സംരക്ഷണം ലഭിക്കുക. ഇപ്പോൾ നമ്മൾ പ്രത്യാശിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ തന്നെ വാക്സിൻ എടുത്തത് കൊണ്ട് തന്നെ അപ്പൊ ചെറിയ രണ്ടാമത്തെ ഡോസ് എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിൽ സംരക്ഷണം ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടാവുകയോ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക്, ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത തീരെയില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള നമ്മളുടെ ഒരു നിഗമനം. അതായത് ശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത്. അതേസമയത്ത് തന്നെ അപ്പൊ അതുകൊണ്ട് അത് വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ടതില്ല. കാരണം ഒന്നാമത്തെ ഡോസ് വാക്സിൻ എടുത്തതാണ്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു ആന്റിബോഡി പ്രക്രിയകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടാവും. പക്ഷെ രണ്ടാമത്തെ ഡോസ് എടുക്കാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായ സംരക്ഷണം ലഭിക്കണമെന്നില്ല. എന്നാലും നമ്മൾ വലിയ രീതിയിൽ ഗുരുതരമായ രോഗാവസ്ഥകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അത്തരത്തിലുള്ള ആശ്വാസം നമുക്കുണ്ട്. അല്ല ഡോക്ടർ, ഞാനിപ്പോ ആലോചിക്കുന്നത് എന്താണെന്നറിയാം, മുഖ്യമന്ത്രി എത്രത്തോളം ശ്രദ്ധിച്ചു കാര്യങ്ങൾ ചെയ്യാൻ, ആളുകളോട് ഇടപെടാൻ എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം അത്രയും പൂർണ്ണമായും അത് ശ്രദ്ധിച്ചാണ് ചെയ്തത്.
വളരെ കൃത്യമായ നിരീക്ഷണമാണ്. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മൾ എല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാ സമ്മേളനങ്ങളായി കഴിഞ്ഞാലും പൂർണ്ണമായിട്ട് മാസ്ക് ധരിച്ചൊരു വ്യക്തി എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി നമ്മൾ അറിയപ്പെടുന്നത്. കാരണം വെച്ചാൽ അത്രയേറെ സൂക്ഷ്മത അദ്ദേഹം പുലർത്തിയിരുന്ന ഏത് സമ്പർക്ക പരിപാടിയിലായി കഴിഞ്ഞാലും പൊതുപരിപാടിയിലായി കഴിഞ്ഞാലും വളരെ കൃത്യമായിട്ട് മാസ്ക് ധരിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ 56% കോവിഡ് വ്യാപനവും ഉണ്ടാകുന്നത് വീടുകളിൽ വെച്ചാണ്. വീടുകളിൽ വെച്ചിട്ട് മറ്റാരെങ്കിലും കോവിഡ് ബാധയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടുകളിലേക്ക് നമ്മൾ വീടിന്റെ അകത്തുള്ള അന്തരീക്ഷത്തിൽ വെച്ചാണ് 56% വ്യാപനം ഉണ്ടാവുന്നത്. അപ്പം പല രീതിയിൽ കോവിഡ് നമ്മുടെ ശരീരത്തിൽ പല മാർഗങ്ങളുണ്ട്. രോഗവ്യാപനത്തിന്റെ സാധ്യത നമ്മൾ കാര്യമായിട്ട് ഗണ്യമായിട്ട് കുറക്കുകയാണ് മാസ്ക് ധരിക്കുന്നതിലൂടെ. ഞാനിത് രണ്ടും എടുത്തു പറയുന്നത് വാക്സിന്റെ കാര്യത്തിലും മാസ്കിന്റെ കാര്യത്തിലും എടുത്തു പറയാച്ചാൽ ആളുകളിലേക്ക് ചിലപ്പോൾ ഒരു തെറ്റായ സന്ദേശം പോകാൻ സാധ്യതയുണ്ട്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഇത്രയേറെ കെയർ ചെയ്തിട്ടും മുഖ്യമന്ത്രി വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് വന്നേത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് വാക്സിൻ എടുത്താൽ രോഗസാധ്യത കാര്യമായിട്ട് കുറയുന്നുണ്ടെങ്കിലും അപ്പോൾ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോൾ ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടാവാനോ മരണം ഉണ്ടാവാനോ സാധ്യതയില്ല. രണ്ടാമത്തെ കാര്യം മാസ്ക് ധരിക്കാൻ ഒന്ന് പൂർത്തീകരിക്കാനുണ്ട്. മാസ്ക് ധരിക്കുമ്പോൾ നമുക്ക് പക്ഷെ അതുകൊണ്ട് നമ്മൾ ആ മാസ്ക് തുടരേണ്ടതുണ്ട്, നമ്മൾ കാര്യങ്ങൾ തുടരേണ്ടതുണ്ട്. ഈ ഏപ്രിൽ മാസം രോഗവ്യാപനത്തിന്റെ വേഗത കൂടുക തന്നെ ചെയ്യും. അതിന് നമ്മൾ പുലർത്തേണ്ടത് വെച്ചാൽ പരമാവധി ആളുകൾ വാക്സിനേറ്റ് ചെയ്യുക ഒരു വശത്ത്, മറ്റൊരു വശത്ത് നമ്മൾ രോഗവ്യാപനത്തിന്റെ വേഗത കുറയ്ക്കാൻ വേണ്ടി. അതെ, നന്ദി, വളരെ നന്ദി ഡോക്ടർ അഷീൽ പ്രതികരിച്ചതിന്. മുഖ്യമന്ത്രി ഇപ്പൊ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി അത്രയും ശ്രദ്ധിച്ചിരുന്ന മാസ്ക് ഒരു തവണ പോലും മാറ്റാതെ അത്രയും ശ്രദ്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണെങ്കിൽ പോലും സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്തിരുന്ന മുഖ്യമന്ത്രിക്കാണ് കോവിഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകളുടെ കാര്യമാണ് വളരെ കഷ്ടമാകാൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് വരുന്നത്. കോവിഡ് കേസുകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചെത്താം, ഇടവേള. വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി വീണ നായരുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ ആക്രിക്കടയിൽ. കെട്ടുകണക്കിന് പോസ്റ്ററുകളാണ് കോൺഗ്രസ് പ്രവർത്തകർ നന്ദൻകോടിന് സമീപമുള്ള ആക്രിക്കടയിൽ വിറ്റത്. ഉപയോഗിക്കാത്ത 50 കിലോ പോസ്റ്ററുകളാണ് ആക്രിക്കടയിൽ എത്തിച്ചത്. VV അരുണിന്റെ റിപ്പോർട്ട്. വട്ടിയൂർക്കാവിൽ ശക്തമായ ത്രികോണ പോരാട്ടമെന്നായിരുന്നു ആദ്യഘട്ടം മുതലുള്ള വിലയിരുത്തൽ. പക്ഷേ തെരഞ്ഞെടുപ്പിന് തലേദിവസം ഇടതുമുന്നണി സ്ഥാനാർത്ഥി CPM-ന്റെ VK പ്രസാദ് ആരോപണം ഉന്നയിച്ചു. ഇവിടെ BJP-യും കോൺഗ്രസുമായി ഒത്തുകളിയുണ്ട്, കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJP-ക്ക് മറിക്കുന്നുവെന്ന ആരോപണമുണ്ട്. അത്തരമൊരു സാധ്യത നിലനിൽക്കുന്ന മണ്ഡലമാണ് ഇവിടെ. അവിടെയാണ് ഇത്തവണ ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന വീണ എസ് നായരുടെ പ്രചരണ രംഗത്ത് വളരെ അവസാനം വന്നൊരു സ്ഥാനാർത്ഥിയുണ്ട്. പക്ഷേ ശക്തമായ മുന്നേറ്റം വീണ എസ് നായർക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ പങ്കുവച്ചത്. ഇത് പലതരത്തിലുള്ള പോസ്റ്ററുകൾ ഇവിടെ ഈ YMR ജംഗ്ഷനിലെ ഒരു ആക്രിക്കടയിൽ 50 കിലോയോളം പോസ്റ്ററുണ്ട്. ഇത് നന്മയുടെ പെൺകരുത്ത് എന്ന പേരിൽ വട്ടിയൂർക്കാവിൻ്റെ സ്വന്തം എന്ന തലക്കെട്ടോട് കൂടിയുള്ള ക്യാപ്ഷനോട് കൂടിയുള്ള പോസ്റ്ററാണ്. മറ്റു ചില പോസ്റ്ററുകളും ഇവിടെയുണ്ട്. അഡ്വക്കേറ്റ് വീണ എസ് നായരെ വിജയിപ്പിക്കുക, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ചിഹ്നമായ കൈപ്പത്തി ചിഹ്നം പതിച്ച പോസ്റ്റർ. ഇതൊക്കെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെ ദിവസം ബൂത്ത് പ്രദേശങ്ങളിൽ ഒട്ടിക്കാൻ നൽകിയ പോസ്റ്ററുകളാകാം. അതാണ് ഇവിടെ കൂട്ടത്തോടെ കൊണ്ടുവന്ന് വിൽക്കാൻ ശ്രമിച്ചത്, വിറ്റത്, അല്ലെങ്കിൽ ഒരു ആക്രിക്കടയെ കൊണ്ടുവന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ആരാണ് ഇത് കൊണ്ടുവന്നത്? ബാലു നേരത്തെ ഇവിടെ വരുന്ന അവിടെ ഉള്ള ആളാണോ? ഇവിടെ ഉള്ള ആളാണ്, YMR-ലുള്ള ആളാണ്. കോൺഗ്രസിന്റെ പ്രവർത്തനമല്ലോ, അത് അറിയാം. അത് എനിക്ക് അറിഞ്ഞില്ല, ഏത് പാർട്ടിനെ എനിക്ക് അറിഞ്ഞൂടാ. എത്ര പോസ്റ്റർ ഉണ്ട്? എത്ര കിലോ? 50 കിലോ, മൊത്തം 50 കിലോ. എത്ര രൂപയ്ക്കാണ് വിറ്റത്? 500 രൂപ. പഴയ പേപ്പർ എന്താ പറഞ്ഞു കൊണ്ടുവന്നത്? ഓൾഡ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. ഇത്തരത്തിൽ വേസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. വേസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാണ് ഈ ന്യൂസ് പേപ്പർ കുറച്ച് കൊണ്ടുവന്നു. ന്യൂസ് പേപ്പറും കൊണ്ടുവന്നു. വേസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്ററുകൾ, പുതിയ പോസ്റ്റർ പൊട്ടിക്ക്. നമ്മളിവിടെ വന്ന ശേഷമാണ് ഇവർ ഇത് തരംതിരിച്ച് വയ്ക്കാനായി പൊട്ടിച്ചത്. കെട്ട് പൊട്ടിക്കാത്ത തരത്തിലാണ് ഇത്ര അധികം പോസ്റ്റർ. 50 കിലോ കൃത്യമായി ഉണ്ടെന്ന് അവർ പറയുന്നു. ഇത് കെട്ട് കണക്കിലാണ് പോസ്റ്ററുകൾ ഇവിടെ കൊണ്ടുവന്നത്. അതാണ് പിന്നീട് ഇവിടെ ഇത്രയധികം പോസ്റ്ററുകളുണ്ട്. ഇതാണ് സ്ക്രാപ്പ് എന്നും പറഞ്ഞ്, പഴയ പോസ്റ്റർ എന്നും പറഞ്ഞ് കൊണ്ടുവന്നത്. എല്ലാം പുതിയ ഒട്ടിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത പോസ്റ്ററുകളാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞ് 2 ദിവസം മാത്രം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലിവിടെ പോസ്റ്ററുകൾ. അത് ഈ CPM-ൻ്റെയൊക്കെ ആരോപണത്തെ ബലം നൽകുന്ന അല്ലെങ്കിൽ അതിന് സാധൂകരണം നൽകുന്ന തരത്തിലുള്ള നടപടിയായി വേണം വിലയിരുത്താൻ. CPM ഇതിനകം ആരോപണമായി രംഗത്ത് വരികയും ചെയ്തു. വോട്ട് മറിച്ചു എന്ന ആരോപണം ശക്തമായി തന്നെ ഇവിടെ VK പ്രശ്നം അടക്കമുള്ള ഉന്നയിക്കുന്നുണ്ട്. ആരാണ് ഈ ബാലുവിനെ അറിയാമോ? ഇവിടെ ബാലു കോൺഗ്രസ് പ്രവർത്തകനാണ്. YMR-ലുള്ള അയാൾ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ്. ഇത് കൊണ്ടുവന്ന് കൊടുത്ത ആൾ അത് കൊടുത്തത് ഇത് ഇലക്ഷന് തലേന്ന് ഇലക്ഷൻ അടുപ്പിച്ചോട്ട് ഇഷ്ടംപോലെ ഇതേപോലെ പോസ്റ്ററുകൾ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്ററുകൾ മിക്കതും
പലരുടെ കയ്യിലും സ്റ്റോക്കാണ്. ഒരിടത്ത് പോസ്റ്റ് ഒട്ടിച്ചിട്ടില്ല, പലയിടത്തും പോസ്റ്റ് ഒട്ടിച്ചിട്ടില്ല. അതിനുപരി തന്നെ ഒരു 100-200 ബോർഡുകൾ, ചെറിയ ബോർഡുകൾ ചെയ്ത് കൊടുത്തു. ഈ ബോർഡുകളെല്ലാം ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഓട്ടോ കയറ്റി തിരിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇത് ഒരിടത്ത് ബോർഡൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അത് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവരുമായി നല്ലൊരു അണ്ടർസ്റ്റാൻഡ് അടുത്തടുത്തായിരുന്നു ബൂത്ത് കമ്മിറ്റി ഓഫീസുകൾ. പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് BJP കൂടെ പ്രവർത്തിച്ചത്. ഇത് ഒരു CPM പ്രവർത്തകരാണ്, അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക ആരോപണമാണിത്. ഇവിടെ നേരത്തെ പ്രശാന്തൊക്കെ ഉന്നയിച്ച ആരോപണം അദ്ദേഹം ഇപ്പോൾ പറയുകയാണ്. പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡൊന്നും പലയിടത്തും പ്രചരണം തീരെ എത്തിയിരുന്നില്ല എന്നാണ് ഈ പ്രദേശത്ത്. അത് ആ ആരോപണത്തിന് ബലം നൽകുന്ന തെളിവുകളായി കൂടി ഇത് മാറും. ഏതായാലും CPM ഈ വിഷയം കൂടുതൽ ശക്തിയായി ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അയ്യപ്പനും ഇന്നാട്ടിലെ എല്ലാ ദൈവഗണങ്ങളും ഈ സർക്കാരിനോടൊപ്പമാണെന്ന തെരഞ്ഞെടുപ്പ് ദിനത്തിലെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടു കോൺഗ്രസ്. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി സതീശൻ പാച്ചേരി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി. പരാമർശം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും വോട്ട് നേടാനായി ജാതിമത വികാരങ്ങൾ ഉണർത്തുന്ന തരത്തിലുള്ള അഭ്യർത്ഥനകളോ പരാമർശങ്ങളോ പാടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങുന്ന CD-യും പരാതിയോടൊപ്പം നൽകിയിട്ടുണ്ട്. പാപ്പാന്റെ പീഡനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അമ്പലപ്പുഴ വിജയകൃഷ്ണൻ എന്ന ആന ചരിഞ്ഞു. കരുനാഗപ്പള്ളിയിലെ ഒരു ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിന് കൊണ്ടുപോയപ്പോഴാണ് വിജയകൃഷ്ണനെ പാപ്പാൻ ക്രൂരമായി മർദ്ദിച്ചത്. ദേവസ്വം അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഭക്തർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസ് ഉപരോധിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾ ബന്ദിയാക്കിയ ജവാനെ മോചിപ്പിച്ചു. CRPF ജവാൻ രാജേശ്വർ സിംഗ് മൻഹാസിനെയാണ് വിട്ടയച്ചത്. ഏറ്റുമുട്ടലിൽ 24 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. ബിജാപൂരിലാണ് ജവാനെ ബന്ദിയാക്കിയത്. രാജ്യത്ത് കോവിഡ് 2ാം തരംഗം അതിരൂക്ഷമായി തുടരുകയാണ്. ജാഗ്രത കൈവിടരുത്, മുൻകരുതലുകൾ ഉറപ്പാക്കുക, വാക്സിൻ എടുക്കുക. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് Malayalam.news18.com.